ഇപ്പോൾ വെച്ചവർ നമ്മുടെ കൂണ്ടിടാനുള്ള മീൻ്റെ തപ്പി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പോയി നിൽക്കണം. അത് ഓസ്കാറിനെ പൊക്കണമെന്നുള്ള ഇങ്ങനെ ചിന്തയിരിക്കുകയാണ്. ഇവന്മാരെടുക്കണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വെറൈറ്റി വേറെ ഐറ്റംസ് കിടപ്പുണ്ട്. നമ്മൾ ഓസ്കാറാണെങ്കിൽ ബിഗഡൊക്കെ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അരോണയുണ്ട്. അരോണയില്ലേ അരോണ കൊണ്ടുപോയിക്കാനുള്ള പ്രശ്നം 2 എണ്ണം മാത്രമേ കാണത്തുള്ളൂ. ഒരു ഒന്നറങ്ങ നടക്കത്തില്ല. അല്ലെങ്കിൽ അത് കുറച്ച് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് അരോണ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ മീനെ തൂക്കാൻ പോവാണ്. അത് നമ്മുടെ ഓസ്കാറിന് നമ്മൾ തൂക്കാൻ പോവാണ്. എടുത്തോ ചില്ലാണല്ലോ അവന്മാരല്ലേ? ചില്ലല്ലേ അവന്മാർ? ഷോപ്പ് നമ്മളെ കൊട്ടാരക്കില്ല കേട്ടോ. ഷോപ്പിന് പേര് പറഞ്ഞോ? ഫ്രീ പ്രൊമോഷനാ. ഓ ഉമ്മാർ മിക്സ് ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഓസ്കാർ മിക്സ് ഇടുന്നതിന് കുഴപ്പമില്ല. ഓസ്കാറിനെയും ഉമ്മാരെയും കൂടെ വേറെ ഇവർ ഒരു സൈസായിട്ട് ഇവർ ഇടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മീനെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മുടെ കുളത്തിൻ്റെ സൈഡിലേക്ക് പോയി. എന്നിട്ട് ഉമ്മാരെ നമ്മളവിടെ ഇറക്കി വിടാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം നമ്മളൊരു നാച്ചുറൽ ലെവലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും രസം തോന്നിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ് ടാങ്കുകളിലേക്കും മറ്റു ടാങ്കുകളിലേക്കും ഈ പ്ലാസ്റ്റിക് പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഷോർട്ട് സ്പീഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് കളർ, ഈ കല്ലുകളിലും കാര്യങ്ങളും നമുക്ക് കുറച്ച് ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് ചെടിയൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചെടി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വളരെ ചെറിയ ചെടി ആയതുകൊണ്ട് നമുക്ക് അതൊരു ഭംഗി തോന്നിക്കത്തില്ല. അത്യാവശ്യം വലിയ ചെടിയാണ് ഉദ്ദേശിക്കുന്നത്. ചെറുത് വെച്ച് കഴിഞ്ഞാലും വലുതായി വരുമ്പോഴത്തേക്കും സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ ചെടികൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും വെക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഇതിൻ്റെ ഭംഗി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത രീതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഭംഗിയാണല്ലോ വേണ്ടുന്നത്. പക്ഷേ നമ്മൾ രാത്രി നമ്മൾ പ്ലാൻ മാറി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്കാർ നമുക്ക് അവിടെ എയർ ഫിൽറ്ററും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ കിടക്കുന്ന നമ്മുടെ അലിഗേറ്ററിനെ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് കരുതി. എന്നിട്ട് ഈ കിടക്കുന്ന നമ്മുടെ ഓസ്കാർ ഫിഷസിന് നമ്മുടെ അലിഗേറ്റർ ടാങ്കിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഭംഗി നോക്കിയെന്നുണ്ടെങ്കിലും പിന്നെ ചിന്തിച്ചാൽ മനസ്സിലായി നമുക്ക് ഭംഗിയല്ല മെയിനായിട്ട് നോക്കേണ്ടത്. അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും സ്ട്രെസ് ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന രീതിയാണല്ലോ. അപ്പോൾ നമ്മൾ അലിഗേറ്റർ ടാങ്ക് അത്യാവശ്യം ചെറുതാണ്. കാരണം അവന് അത്യാവശ്യം സൈസും കളർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലോട്ടും മാത്രമേ നീന്താൻ പറ്റുന്നുള്ളൂ. നീളം മാത്രമേ ഉള്ളൂ. വീതി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓസ്കാറിനെ അങ്ങോട്ടേക്ക് മാറ്റാം. അവിടെ ആകുമ്പോൾ ഫിൽറ്ററും കാര്യങ്ങളുണ്ട്. ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വലിയ ടാങ്കിലേക്ക് നമ്മുടെ കുളത്തിലേക്ക് നമുക്ക് അലിഗേറ്ററിനും കൂടെ വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു സെറ്റപ്പും എല്ലാം കഴിഞ്ഞു. അവന്മാരെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഓക്കെയാണ്. ടാങ്കൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അഴുക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും ടാങ്കും ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കി അവന്മാരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഫുഡ് കൊടുത്തില്ല. രാവിലെയാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ആക്റ്റീവാണ് അവന്മാർ.